ഹായ് ആൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. ഇപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ RRBയിലെ കുറച്ച് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയൊരു ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിസ്കഷൻ കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ടച്ച് മീ നോട്ട് പ്ലാൻ? അല്ലേ, നമ്മളുടെ തൊട്ടാവാടിയുടെ സയൻറ്റിഫിക് നെയിമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, ശാസ്ത്രീയ നാമം ഏതാണെന്നാണ് ആദ്യത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൈമോസ ടൗൺസെൻഡായി, മൈമോസ വെറിക്കോസ, ദെൻ മൈമോസ ലോക്സെൻസിസ്, മൈമോസ പ്യൂഡിക്ക. കുറച്ച് പേർക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ പറയുക, ബോട്ടണിയൊക്കെ അല്ലേ കുറച്ചും കൂടി ഒരു ഇതിൽ ഇതായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. വേറെ കുറേൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് പോവുകയാണ്. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ടച്ച് മീ നോട്ട് പ്ലാന്റിൻ്റെ ശാസ്ത്രീയ നാമം, അതായത് സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് മൈമോസ പ്യൂഡിക്ക ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അറിയാത്ത ആളുകൾ ജസ്റ്റ് ഇതൊക്കെ എടുത്തിട്ടൊന്ന് നോക്കിയേക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ വോൾട്ട് മീറ്റർ മെഷർ? വോൾട്ട് മീറ്റർ അല്ലേ, ഇവിടെ എന്തോ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വോൾട്ട് മീറ്റർ, എന്തിനാണ് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് മെഷർ ചെയ്യാനാണ് ഈ പറയുന്ന വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നത് എന്നതാണ് ചോദ്യം. ഇപ്പം നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കറണ്ടിൻ്റെ സ്ട്രെങ്ത് അല്ലേ, സ്ട്രെങ്ത് ഓഫ് കറണ്ട്. 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, 2 പോയിന്റുകളുടെ ഇടയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓപ്ഷൻ സി റെസിസ്റ്റൻസ്. ഡി എനർജി കൺസ്യൂംഡ്. ഇപ്പോൾ വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്നത് ഏതായിരിക്കും, അല്ലെങ്കിൽ എന്തിനായിരിക്കും മെഷർ ചെയ്യുന്നത്? ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്, ഒരു കറണ്ടിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും? അതിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ എമ്മീറ്റർ ആണ് ഒരു കറണ്ടിൻ്റെ സ്ട്രെങ്ത് ഒക്കെ മെഷർ ചെയ്യുന്നത്. ഇനി റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്? ഓമീറ്റർ ആണ്. ഇനി എനർജി കൺസ്യൂംഡ്, എത്ര എനർജി അവിടെ കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മുടെ വാട്ട് അവർ മീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് 2 പോയിന്റ്സിൻ്റെ ഇടയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അമ്മീറ്റർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാനാണ്. ഓമീറ്റർ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടും. അതേപോലെ തന്നെ വാട്ട് അവർ മീറ്റർ ഉപയോഗിക്കുന്നത് എത്ര എനർജി ഇവിടെ കൺസ്യൂം ആയിട്ടുണ്ട് എന്നുള്ളതിനും വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം? ഇപ്പോൾ പ്ലാൻ കിങ്ഡത്തിൽ തന്നെ ആംഫീബിയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സുവോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആംഫീബിയൻസ് എന്താ, ഒരേ സമയം എന്താ പറയുക, വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ ഈ ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്ലാൻ കിങ്ഡത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ആംഫീബിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ആംഫീബിയൻസ് ഉണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസിൽ ഉണ്ടോ എന്നാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന ചോദ്യം വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആൻജിയോസ്പം, ജിംനോസ്പം, ടെറിഡോഫൈറ്റ, ബ്രയോഫൈറ്റ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫ്ലവർ പ്രൊഡ്യൂസിങ് പ്ലാന്റുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന പൂക്കളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ വരുന്ന കിങ്ഡമാണ് എന്ത് പറയുന്നത്, നമ്മളുടെ ആൻജിയോസ്പം എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പ് വരുന്നത്. ഇനി ജിംനോസ്പം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഫ്ലവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ ഈ കോൺസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോൺ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന ജിംനോസ്പേമിലാണ്. ഇനി ടെറിഡോഫൈറ്റ്സ് ആണ് ഏറ്റവും ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ബ്രയോഫൈറ്റ ആണ് എന്ത് പറയുന്നത്, ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. ഇനി മിസ് എന്തിനാണ് നമ്മൾ ഈ ബ്രയോഫൈറ്റയെ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും അല്ലേ. അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഫെർട്ടിലൈസേഷൻ നടത്താനായിട്ട് നമ്മളെ വെള്ളത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മറ്റു പല ഫുഡിൻ്റെ എന്താ പറയുക കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ലാൻഡിനെയുമാണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരേ സമയത്ത് 2 ഈ പറയുന്ന വെള്ളത്തിനെയും അതേപോലെ തന്നെ
കരയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. ഇപ്പോൾ ആൻജിയോസ്പോംസ് മിസ് പറഞ്ഞു എന്തായിരുന്നു? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ജിംനോസ്പോംസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാത്ത പെർട്ടിക്കുലർ ഗ്രൂപ്പ്സ് ആണ്. ടെറിഡോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ടെറസ്ട്രിയൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഇനി ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാലോ നമ്മളുടെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് 4 Newton act on a box of mass 2 kilogram for a duration of 2 seconds. If its initial velocity is 2 meter per second, then the final velocity of the box will be. ഇപ്പൊ ചോദ്യം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിതിൻ്റെ ഫൈനൽ വെലോസിറ്റി, അതായത് നമ്മൾക്ക് v എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് മറ്റെന്തൊക്കെ ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്? നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? ഫോഴ്സ് എത്രയാണ്? 4 ആണ് തന്നിട്ടുള്ളത്. 4 ന്യൂട്ടൺ ആണ് ഫോഴ്സ് തന്നിട്ടുള്ളത്. മാസ് എത്രയുണ്ട്? 2 ആണ്. ടൈം എത്ര തന്നിട്ടുള്ളത്? 2 ആണ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? v ആണ് കാണേണ്ടത്. അപ്പോൾ v കാണാനായിട്ടുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്താണ് നമ്മളുടെ ഈ പറയുന്ന ഫൈനൽ വെലോസിറ്റി കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? v ഈക്വൽ ടു അല്ലേ? v ഈക്വൽ ടു u പ്ലസ് at. ഇതാണ് നമ്മളുടെ ഫൈനൽ വെലോസിറ്റി കാണാനായിട്ട് നമ്മൾ എടുക്കുന്ന ഫോർമുല. ഇപ്പം നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് അല്ലേ? u ഉണ്ട്. u എത്രയാണ്? u ഇവിടെ 2 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി a എന്താണ്? നമ്മളുടെ ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? അപ്പം ആക്സിലറേഷൻ ഇവിടെ ഇല്ല. നമുക്ക് ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഈ പറയുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് നമ്മളുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അല്ലേ? എന്താ പറയുന്നത്? എഫ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ അല്ലെ? ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സിലറേഷനും പ്രോഡക്റ്റ് ആണ്. വിച്ച് മീൻസ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാസ് ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോൾ ഫോഴ്സ് എത്രയാണ് വന്നിട്ടുള്ളത്? ഫോഴ്സ് ഇവിടെ 4 ആണ്. മാസ് 2 ആണ് ഇൻറ്റു എ. അതായത് എത്ര വരും? ആക്സിലറേഷൻ 2 നമുക്കിവിടെ കിട്ടും. അപ്പം ഇവിടെ ആക്സിലറേഷൻ എത്രയാണ്? 2 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചു എല്ലാവരും വേഗം. ബി നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ബി എത്രയാ? നമ്മളുടെ v അറിയില്ല, നമുക്ക് u ആണ്. നമുക്ക് u അറിയാം. 2 ആണ് പ്ലസ് ആക്സിലറേഷൻ 2 ഇൻറ്റു ടൈം 2. ബി എത്ര കിട്ടും? വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ബി എത്ര കിട്ടും? v 6 ആണ് ഉത്തരം. അതായത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ ഫൈനൽ വെലോസിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാവർക്കും ഈ ഓപ്ഷൻ ഇത് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ നമ്പർ ഓഫ്. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു ചോദ്യമല്ലേ അല്ലേ? എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു എലമെന്റ് വന്നിട്ടുണ്ട്, ആ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാണ്. അതിൽ ഞാൻ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ അറ്റോമിക് നമ്പർ കാണാനായിട്ട് നമ്മൾ ആരുടെ നമ്പർ എടുത്താൽ മതി? ഈ പറയുന്ന പ്രോട്ടോണിന്റെ നമ്പർ നമുക്ക് എടുത്താൽ മതി അല്ലേ? അപ്പൊ പ്രോട്ടോണിന്റെ നമ്പർ ആണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ ആരെ വെച്ച് കണ്ടുപിടിക്കാം? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ന്യൂട്രോണിന്റെ നമ്പർ ആണ് എന്ത്? മാസ് നമ്പർ. ഇനി ഇലക്ട്രോൺസിന്റെ നമ്പർ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അറ്റോമിക് നമ്പർ, ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കാണണമെങ്കിൽ നമുക്ക് എന്തിന്റെ നമ്പർ മതി? ഈ പറയുന്ന പ്രോട്ടോണിന്റെ നമ്പർ മതി. മാസ് നമ്പർ ആണെങ്കിൽ ആ ന്യൂട്രോണിന്റെ നമ്പറും, കെമിക്കൽ റിയാക്ടിവിറ്റി കാണാനാണെങ്കിൽ ഇലക്ട്രോണിന്റെ നമ്പറിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. ഇനി
ആറാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിലേറ്റഡ് ടു എക്കോസിസ്റ്റം? അപ്പോൾ നമ്മളുടെ എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ താഴെ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. UV റേഡിയേഷൻ ഇസ് നോട്ട് ഡാമേജിങ് ടു ഓർഗാനിസംസ്. ആണോ? UV റേഡിയേഷൻ നമുക്ക് ആർക്കും ഒരു ദൂഷ്യം ചെയ്യുന്നില്ലേ? UV റേഡിയേഷന്റെ അമിത അളവ് കാരണം നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓപ്ഷൻ 1 ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ്. ഇനി രണ്ടാമത് നോക്കാം. ഓസോൺ അറ്റ് ദ ഹയർ ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് UV റേഡിയേഷൻ ആക്ടിങ് ഓൺ ഓക്സിജൻ മോളിക്യൂൾ. ശരിയല്ലേ? ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ദി എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ began to drop sharply in 1980. മൂന്നാമത്തെ ഓപ്ഷനും ശരിയാണ്. കാര്യം ഈ പറയുന്ന 1980 ഒക്കെ ആയ സമയത്താണ് നമ്മളുടെ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള ഓസോണിന്റെ എമൗണ്ട് ഗ്രാജുവലി കുറയാൻ തുടങ്ങിയത്. ഓക്കെ, ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ ഈ ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ പതിയെ പതിയെ കൂടി വരാൻ തുടങ്ങിയതും ആ ഒരു സമയത്താണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അതായത് രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനുമാണ് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഏഴാമത് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മിക്സ്ചർ? മിക്സ്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മിക്സ്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് ഈ താഴെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് എന്തൊക്കെയുണ്ട്? സോൾട്ട് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ അയേൺ ഉണ്ട്, എയർ ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലേ. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? NaCl അല്ലെ? സോഡിയത്തിന്റെയും ക്ലോറിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഈ പറയുന്ന ഉപ്പ് എന്ന് പറഞ്ഞാല്, സോൾട്ട് എന്ന് പറഞ്ഞാല്. അങ്ങനെയാണെങ്കിൽ സോൾട്ട് നമുക്കൊരു മിക്സ്ചർ ആയിട്ട് കാണാൻ പറ്റുമോ? ഇറ്റ് ഇസ് നോട്ട് എ മിക്സ്ചർ. സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കോമ്പൗണ്ട് ആണ്. ഇനി വെള്ളം എടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? H2O. അപ്പോൾ ഇതിൽ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താ? അതൊരു കോമ്പൗണ്ട് ആണ്. ഇനി അയേൺ എടുക്കാം. അയേൺ എന്ന് പറയുമ്പോൾ ഈ അയേണിൽ അയേൺ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതൊരു എലമെന്റ് ആണ്. അയേൺ മാത്രമാണ് അതിൽ വരുന്നത്. ഇനി എയർ എടുക്ക്. എയറിൽ നമുക്ക് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നൈട്രജൻ മാത്രമേ ഉള്ളൂ? ഇല്ല, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഗ്യാസസ് അല്ലേ. സോ ഈ പറയുന്ന എയർ എന്ന് പറയുന്നത് മിക്സ്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള എയർ ആണ്. ഇനി അടുത്ത ചോദ്യം. സോണാർ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. സോണാർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സോണാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ഈ സബ്മെറൈൻസ് ആയിട്ടുള്ള ഷിപ്സിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സോണാർ എന്ന് പറഞ്ഞാൽ. അതായത് ഈ പറയുന്ന സൗണ്ട് ആൻഡ് നാവിഗേഷൻ മെത്തേഡാണ് ഈ പറയുന്ന സോണാർ. അപ്പോൾ ഈ പറയുന്ന സോണാറിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ റെസൊണൻസ്, ഓപ്ഷൻ ബി റിവർബറേഷൻ, ഓപ്ഷൻ സി ഇക്കോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഇക്കോ ബേസ്ഡ് ആണ് ഈ പറയുന്ന സോണാർ എന്ന് പറയുന്നത് ഒരു ടെക്നിക്ക് അവിടെ പോസിബിൾ ആവുന്നത് തന്നെ. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? സി ആയിട്ടുള്ള എക്കോ ആണ്. അപ്പം ഈ പറയുന്ന നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരാം, അതായത് ഈ സബ്മെറൈൻ ഷിപ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ എടുക്കുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ടെക്നിക്ക് എന്തിന്റെ ബേസ് അല്ലെങ്കിൽ ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നൊരു ചോദ്യം വരാം. അപ്പൊ നിങ്ങൾക്ക് ഏതാ സോണാറാണ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം തന്നെ തിരിച്ചും ചോദിക്കാം. അപ്പം നിങ്ങൾ ഇതിനകത്ത് വരുന്ന റെസൊണൻസ്, റിവർബറേഷൻ, ഇക്കോ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇനി ഒൻപതാമത്തെ ചോദ്യമാണ്. ടെലി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വേവ് ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഈ പറയുന്ന മൈക്രോവേവ് ആണ് നമ്മൾ ടെലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി പത്താമത്തെ ചോദ്യം നോക്കാം. ദ ടെക്നിക് യൂസ് ടു ട്രാൻസ്മിറ്റ് ഓഡിയോ സിഗ്നൽസ് ഇൻ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ്. ഒരു ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിൽ ഈ പറയുന്ന ഓഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടെക്നിക് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ്: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ,
ഫ്രീക്വൻസി മോഡുലേഷൻ, ടൈം ഡയമെൻഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ഫ്രീക്വൻസി മോഡുലേഷൻ വഴിയാണ് ഈ പറയുന്ന ഓഡിയോ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏത് സമയത്ത്? ഈ പറയുന്ന ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിൻ്റെയൊക്കെ സമയത്ത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രീവിയസ് ഇയർ നിങ്ങൾ RRBയുടെ സയൻസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പം അതിൽ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മീഡിയം മുതൽ ഒരു ഡിഫിക്കൽട്ട് ലെവലുള്ള റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം എത്രയും അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുന്നു അത്രയും അധികം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ പറയുന്ന കോഴ്സസിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ RRB ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ബെയ്ക്കോ, പിന്നെ കമ്മ്യൂണിബിലിറ്റീസ്, ഇങ്ങനെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള കോഴ്സ് നമ്മൾ മീൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗട്ട് ഫോമിൽ ഫില്ല് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അതിന് റിപ്ലൈ കിട്ടും. സോ അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.